നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ ഓരോ നിമിഷവും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലത് ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. പലപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരികയും ജീവഹാനി അടക്കമുണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലതെല്ലാം തന്നെ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. മുൻകൂട്ടി കണ്ട് ഇന്ന് പല സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ടും പല അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ നിർദ്ദേശം നൽകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറി താമസിക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു മുൻകരുതൽ എടുക്കാൻ സാധിക്കും. എന്നാൽ ചിലതൊന്നും തന്നെ അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ഇനി വർഷങ്ങൾ കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചില ഗവേഷകർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. ആഫ്രിക്ക ഭൂഖണ്ഡം രണ്ടായി പിളർന്നു മാറുകയാണ്. ഒരു സംഘം ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഈ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എത്യോപ്യയ്ക്ക് താഴെയായിട്ടാണ് ഭൂമിക്കടിയിൽ ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചു എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക് മുതൽ തെക്ക് വരെ ഒരു വലിയ വിള്ളൽ വീഴുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദി ഈസ്റ്റ് ആഫ്രിക്കൻ ഡ്രിഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ ഗർത്തം സാവധാനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ രണ്ടായി പിളർത്തുകയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പതിയെ ഇവിടെ ഒരു പുതിയ സമുദ്രം രൂപപ്പെടുമത്രേ. 50 ലക്ഷം മുതൽ 1 കോടി വർഷത്തിനിപ്പുറം ഭൂമി സ്ഥിതി തന്നെ മാറാൻ ഈ പ്രതിഭാസം കാരണമാകും. ഒടുവിൽ മുഴുവൻ ഭൂഖണ്ഡവും വിഭജിക്കപ്പെടാമെന്ന് മുന്നറിയിപ്പുണ്ട്. ആഫ്രിക്കയുടെ കിഴക്കൻ മേഖല ഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുമെന്നും കരുതപ്പെടുന്നു. എത്യോപ്യയ്ക്ക് താഴെ വളരെ ആഴത്തിൽ പാറക്കെട്ടുകൾ വൻതോതിൽ ഉരുകി മാറുകയാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാൻസി സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലൊരു വിള്ളൽ രൂപം കൊള്ളുമ്പോൾ ഒരു പുതിയ സമുദ്രവും ഉയർന്നു വരുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന പിളർപ്പ് വളരെ മന്ദഗതിയിലായിരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പ്രതിവർഷം 5 മുതൽ 16 മില്ലിമീറ്റർ വരെ ആയിരിക്കും പിളർപ്പുണ്ടാകുക. ഏതായാലും ആഫ്രിക്ക ഭൂഖണ്ഡം പിളർന്നു മാറുന്ന പ്രക്രിയ പൂർത്തിയാകാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നതാണ് സത്യം. ഈ പിളർപ്പ് ഏതൻ ഉൾക്കടലിലായിരിക്കും തുടക്കം കുറിക്കുക. കിഴക്കൻ ആഫ്രിക്കയിലെ മലാവി തടാകം, തുർക്കാന തടാകം തുടങ്ങിയ വലിയ ജലാശയങ്ങളുടെ മധ്യത്തിലൂടെയായിരിക്കും ഭൂഖണ്ഡം പിളർന്നു മാറുന്നത്. 5 മുതൽ 10 ദശലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ ആഫ്രിക്ക 2 ഭൂഖണ്ഡങ്ങൾ ചേർന്നതായിരിക്കും. ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ, ഗാന, നംബിയ തുടങ്ങിയ 54 ആധുനിക ആഫ്രിക്ക രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വലിയ ഭൂഖണ്ഡം പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകും. അതേസമയം കിഴക്കുള്ള ചെറിയ ഭൂഖണ്ഡത്തിൽ സൊമാലിയ, കെനിയ, ടാൻസാനിയ, മൊസാംബിക്, എത്യോപ്യയുടെ ഒരു വലിയ ഭാഗം എന്നിവ ഉൾപ്പെടും. പഠനത്തിനായി അഫാർ മേഖലയിൽ ഉടനീളമുള്ള 130-ലധികം അഗ്നിപർവ്വത സാമ്പിളുകൾ ഗവേഷകർ ശേഖരിച്ചിട്ടുണ്ട്. 2005-ലാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തെ ആദ്യമായി കണ്ടെത്തുന്നത്. എന്നാൽ 2 കോടി വർഷത്തിലധികമായി ഇത് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് അനുമാനം. ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ സോമാലി പ്ലേറ്റും ന്യൂബിയൻ പ്ലേറ്റും തമ്മിൽ പതിയെ അകന്നു പോകുന്നതിനനുസരിച്ച് ഈ ഗർത്തത്തിന്റെ ആഴവും വീതിയും കൂടി വരികയാണ്. അകലുക എന്നാൽ വർഷത്തിൽ കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രമാണ്. വർഷങ്ങൾക്കപ്പുറം ഈ വിടവിൽ ഏതൻ ഉൾക്കടലും ചെങ്കടലും വന്നു നിറയുന്നതോടെ ഭൂമിയിൽ 6ാമതൊരു സമുദ്രം കൂടി രൂപപ്പെടും. നമ്മുടെ ജൈവ വൈവിധ്യത്തെ മുതൽ കാലാവസ്ഥയെ വരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രതിഭാസമാണ് ഈ വൻകരകളുടെ വേർപെടൽ.